ബനിയാസിൻ്റെ ഒരു കാഴ്ച. ദുബായ് മൊത്തം പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഓരോ ഏരിയയിൽ പോയിട്ട് ഓരോരോ വീഡിയോകൾ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ഞങ്ങൾ ഹൽഷീഫ് ബോട്ടിൽ വന്ന് ബനിയാസിൽ ഇറങ്ങി പിന്നെ ബനിയാസിന് എന്താ പുറത്തേക്ക് പോവുകയാണ്. കാരണം ഇതല്ല ഇവിടുന്ന് ഗോൾഡ് സൂക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകൾ കാണുന്ന റോളക്സ് ബിൽഡിങ്, അതുപോലെ വണ്ടി ബോട്ടുകളൊക്കെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ കണ്ട ഒരുപാട് ആൾക്കാർ പാർക്കിൽ ഇരുന്നിട്ടും പുല്ലിൽ ഇങ്ങനെ ഇരുന്നിട്ട് പലരും മൊബൈൽ നോക്കിക്കൊണ്ടും നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടും അതുപോലെ പല പല കാഴ്ചകൾ ഇങ്ങനെ ഉണ്ട്. അന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ടീമായിട്ട് എല്ലാം ഒന്നിച്ചു ഒരു ടീമായിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ 1, 2, 3, 4 ആയിട്ടുണ്ട്. എല്ലാ വീഡിയോകളും കണ്ട് 1 by 1 ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒന്നിച്ചിടുന്നല്ല, കുറച്ചായിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് ഇങ്ങനെ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്നും പറയുമ്പോൾ ചാനലൊന്ന് നിങ്ങൾ ലൈക്ക് അടിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇന്നലെ ബോട്ടിലൊക്കെ നല്ല ലൈറ്റെല്ലാം ആയിട്ട് രാത്രിയാകുമ്പോൾ എന്താ ഒരു കാണാനും ഒരു മൊഞ്ച് കണ്ടില്ല. ഒരുപാട് ആൾക്കാർ വണ്ടിയിലും ഇതിലിതാ ഇങ്ങനെ ബോട്ട് സവാരിക്കും അതിനായിട്ട് വരുന്നുണ്ട്. ബസ് ഉള്ളൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ദുബൈയിൽ. നോക്കിയതാ ഇങ്ങനെ ഈ പെരുന്നാൾ ദിവസം അതുപോലെ വീക്കെൻഡ് ദിവസം ലീവിൻ്റെ ദിവസമെല്ലാം ഒന്ന് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കുഞ്ഞുങ്ങളെ കൊണ്ടെല്ലാം വന്നിട്ട് ഒരു ടൈം പാസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുഞ്ഞുങ്ങൾ കളിക്കുന്ന നോക്കിയാൽ ബോൾസെല്ലാം എടുത്തിട്ട് ഇതാക്കിയല്ല ഇന്ന് ബോട്ടിലേക്കെല്ലാം കയറുന്ന ഒരു സ്ഥലങ്ങൾ ഇങ്ങനെ ലൈറ്റിങ്സ് ഇട്ട് കാണുന്നത്. ആക്കിയാൽ ബോട്ട് പല പല നാട്ടിലെ എല്ലാ നാട്ടിൻ്റെ ആൾക്കാരും ഉണ്ട്. ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശ്, ഫിലിപ്പീന്, തായ്ലാൻഡ്, റഷ്യ, UAE ആൾക്കാർ, അറബികൾ, വിസിരികൾ ഇങ്ങോട്ട് എല്ലാ നാട്ടിലത്തെ ആൾക്കാരും ഈ ഒരു സ്ഥലത്തുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാണ് അങ്ങനെ